പിണറായിയാണ് അൻവറുടെ ലക്ഷ്യം എന്ന് ബോധ്യമായി. പക്ഷേ പിണറായി മാത്രമല്ല, ഇപ്പോൾ റിയാസിന് നേരെ ഉണ്ട് അൻവർ തോക്ക് തിരിച്ചു വെച്ചിരിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട സംശയം. അൻവർ പറയുന്നത് പോലെ റിയാസ് ഭാവി മുഖ്യമന്ത്രിയാണോ? ആകുമോ? യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല സാറേ. അൻവർ സത്യം പറഞ്ഞാൽ സാർ ആദ്യം പറഞ്ഞാണ് ശരി. പിണറായിയെ എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യാമോ, എങ്ങനെയൊക്കെ ടാർണിഷ് ചെയ്യാമോ, എങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്യാമോ, അതാണ് അജണ്ട. അത് അൻവറിൻ്റെ മാത്രം അജണ്ടയല്ല. ഏതെല്ലാം കോണുകൾ, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തമല്ലല്ലോ. ഇദ്ദേഹം ഉന്നയിച്ച ഇഷ്യൂസ് ഒന്നും ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ ആണ് സാറ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ലൈവിൽ എന്തോ പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നി. പിണറായി ശശിക്കെതിരെ, അജിത് കുമാറിനെതിരെ തുടങ്ങി പിണറായിക്ക് നേരെയാവുന്നു. ഇപ്പോൾ ഇന്നലെ ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് റിയാസിന് നേരെ അൻവറിൻ്റെ പീരങ്കിയാണോ കൈത്തോക്കാണോ കളിക്കോ തോക്കാണോ എന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ. അതെ, പക്ഷേ അത് അപ്രതീക്ഷിതമാണ് റിയാസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അല്ല സാർ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം പിടിവിട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ വരെ പിണറായിക്കെതിരെ എന്തൊക്കെ മുസ്ലിം ഫണ്ടമെൻ്റൽസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രത്യേകമായ ടാർഗറ്റിംഗ് നടന്നിട്ടുണ്ട് പിണറായിക്കെതിരെ, അത് മുഴുവനും കമ്പൈൽ ചെയ്തിട്ടാണ് അൻവർ പറയുന്ന ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗ് വളരെ കാലമായിട്ട് മലപ്പുറത്ത് പോലീസ് അന്യായമായി കേസെടുക്കുന്നു. അത് നമ്മൾ സംസാരിച്ചു. അബ്ദുറഹ്മാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അബ്ദുറഹ്മാന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് അബ്ദുറഹ്മാൻ ശരിക്കും ഇതിന് ഫീൽഡ് കളം ഒരുക്കി കൊടുക്കുകയായിരുന്നു. അബ്ദുറഹ്മാൻ മിണ്ടുന്നില്ലല്ലോ, കളം ഒരുക്കി കൊടുക്കുക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു മുസ്ലിം ഒരു മുസ്ലിം ഫണ്ടമെന്റൽ ഈ ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് അൻവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളാണ് ഒരുപക്ഷെ ഈ മാധ്യമങ്ങളിൽ ആദ്യമായി അതാരും പറഞ്ഞു CPM മാപ്പിള ലഹള എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ടോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പലരും അത് ആവർത്തിച്ചു. ശരി, അങ്ങനെ ഒരു മാപ്പിള ലഹള ഉണ്ടോ അതിന് പിന്നിൽ? അല്ല, CPM-നകത്ത് അത് ഒരു എനിക്ക് തോന്നുന്നു CPM ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചപ്പോൾ ഇതിനകത്ത് കമ്മ്യൂണലായ മനസ്സുള്ള ആളുകൾ ആത്മാർത്ഥമായിരിക്കുമല്ലോ, സിൻസിയർ ആയിരിക്കുമല്ലോ. അപ്പോൾ പാർട്ടിക്ക് പരമ്പരാഗതമായി വോട്ട് കൊണ്ടിരിക്കുന്ന മുസ്ലിം മതവിശ്വാസികളും ഈ മഹല്ലും വിശ്വാസവും നാട്ടിലെ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് മലപ്പുറത്ത് ഉണ്ടായി വന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ CPM-കാരനായി കമ്മ്യൂണിസ്റ്റുകാരനായി എന്നതുകൊണ്ട് മഹല്ലിലും സഭയിലും ഒക്കെ അത് അംഗീകാരമല്ലാതെ വിലക്കല്ല, പഴയ അവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് ഒരു കമ്മ്യൂണൽ ഫീലിംഗ് കൂടി ഇവരെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടാവും പാരലായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ റംസാൻ മാസത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കില്ല, മനസ്സിലായോ? ഇപ്പോൾ അതുപോലെ ഈ പ്രധാനപ്പെട്ട മുസ്ലിം സംഗതികളൊക്കെ ഉള്ള സമയത്ത് അതിന് സമയം ടൈമും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കുക പാർട്ടി പരിപാടികളൊക്കെ. മലപ്പുറത്തെ ഓർമ്മയുണ്ടോന്നറിയില്ല, മലപ്പുറത്തെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ പോലും ചില കാലങ്ങളിൽ ഈ റംസാൻ വരുന്ന സമയത്ത് മാറ്റിവെക്കും. അതൊക്കെ അവിടുത്തെ അങ്ങനെയാണെങ്കിൽ റിയാസിനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണ്? ഒന്നുമില്ല. റിയാസ് എന്ന് പറയുന്നത് ഒരു മരുമോൻ എന്ന് പറഞ്ഞിട്ട് പിണറായിക്കെതിരെ എത്രയോ കാലമായിട്ട് എല്ലാ കോണുകളും. പക്ഷേ അത് മുസ്ലിം പക്ഷത്തുനിന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും അങ്ങനെ സെന്റിമെന്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ മലപ്പുറത്ത്, ഇപ്പോൾ കോഴിക്കോട്ട് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഞാനത് പരസ്യമായിട്ട് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് ലവ് ജിഹാദ് വിവാദം വന്നു, വേറൊരു കോണിൽ നിന്ന് നാർക്കോട്ടിക് ജിഹാദ് വിവാദം വന്നു. ഇത് രണ്ടിനെയും അപലപിച്ചുകൊണ്ടിരുന്ന മഹാബുദ്ധിജീവികളൊന്നും ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഹിന്ദു വർഗീയവാദികളുടെ ഭാഗത്തു നിന്നാണ് ഇത് വന്നത്, അവരുടെ കണക്കിൽ ലവ് ജിഹാദ്. ക്രിസ്ത്യൻ പക്ഷത്ത് നിന്നാണ് നാർക്കോട്ടിക് ജിഹാദ് വന്നത്. രണ്ടിനെയും നമ്മുടെ മഹാബുദ്ധിജീവികൾ വലിയ വായിൽ ആക്രമിച്ചിരുന്നു. എന്നാൽ മലപ്പുറത്ത് അതേ കാലഘട്ടത്തിലുണ്ടായ രണ്ട് സംഭവം, ഒന്ന് 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വേദിയിൽ കയറാൻ സമ്മതിക്കാതെ സമസ്തയുടെ വലിയ മുഷാവറ അംഗമായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാരെ അപമാനിച്ച് പുറത്തുവിട്ടു. ആ കുട്ടിക്ക് പെൺകുട്ടിയായതിൽ ലജ്ജിച്ചുകൊണ്ട് അവൾ പോയി. ഒരു കുട്ടി ശബ്ദിക്കാനുണ്ടായില്ല, ഒരു ബുദ്ധിജീവി ഉണ്ടായില്ല. ഇതേ കാലത്താണ് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത ഒരു വലിയ സമ്മേളനത്തിൽ റിയാസിന്റെ വിവാഹത്തെ വ്യഭിചാരം എന്ന് വിളിക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയാണ് ആ പ്രസ്താവന നടത്തിയത്. പിന്നീട് വിവാദമായപ്പോൾ പാണക്കാട് തങ്ങളൊക്കെ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും മാറ്റി പറയാനും ഒക്കെ ശ്രമിച്ചെങ്കിലും കേരളം അതിനോട് പ്രതികരിച്ചു. ഒന്നാലോചിച്ചു, രണ്ട് സമുദായത്തിൽപ്പെട്ട മനുഷ്യർ പരസ്പരം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് കേരളത്തിലെ പുതിയ സംഭവമല്ലല്ലോ. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരുടെ കുടുംബത്തിൽ റിയാസ് അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്, വീണ എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മോളാണ്. അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ അതിനെ വ്യഭിചാരം എന്ന് വിളിച്ചിട്ട് അപലപിക്കാൻ ആളുണ്ടായില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ അതാണ് ഇപ്പോൾ അൻവർ ഏറ്റെടുക്കുന്നത്, അതുകൂടിയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ CPM പിടിക്കാൻ ഒരു മുസ്ലിം ശ്രമമുണ്ടെങ്കിൽ, പാർട്ടി പിടിക്കാനുള്ള ശ്രമം, മുസ്ലിങ്ങളുടെ ഒരു ശ്രമം സംഘടിതമായും ആസൂത്രിതമായും നടക്കുന്നുണ്ടെങ്കിൽ, റിയാസ് നാളെ മുഖ്യമന്ത്രിയായാൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ
അല്ലെങ്കിൽ പാർട്ടിയിലെ പച്ചച്ചങ്കുടിക്കാർ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതാണ് വേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് സാധ്യമല്ല സാർ, അത് എളുപ്പമല്ല. എനിക്ക് തോന്നുന്നു ഈ റിയാസ് ഫാക്ടർ CPM-നകത്തും പുറത്തും ചർച്ചയായതോടുകൂടി CPM-നകത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവർ വിജിലൻ്റാണ്. ഇപ്പോൾ റിയാസാണ് സത്യത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വികാരം. റിയാസ് വ്യക്തിപരമായി വിവാഹം കഴിച്ചു എന്നത് വേറെ, അത് അവിഹിതമായി. റിയാസ് ഓർമ്മയുണ്ടല്ലോ, കോർപ്പറേഷനിലേക്ക് സ്വന്തം വാർഡിൽ നിന്ന് മത്സരിച്ച് തോറ്റയാളാണ്, പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റയാളാണ്. അങ്ങനെ ഒരാളെ CPM-ൻ്റെ കുത്തക സീറ്റായ ബേപ്പൂർ കൊണ്ടുവന്ന് മത്സരിച്ചിട്ട് MLA ആക്കുന്നു, മന്ത്രിയാക്കുന്നു, വലിയ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കുന്നു, PWD പോലുള്ള പൊതുമരാമത്ത് പോലുള്ള ടൂറിസം പോലുള്ള വലിയ വകുപ്പുകളൊക്കെ അവന് കൊടുക്കുന്നു. അപ്പോൾ അവിഹിതമായിട്ടുള്ള ഒരു റിയാസിൻ്റെ വരവ് അതൊരു ഭാവി മുഖ്യമന്ത്രിയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പിണറായി വിജയൻ്റെ കുടുംബവും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അത് ഒരു ക്യാമ്പയിനായിട്ട് വന്നപ്പോൾ വലിയ ജാഗ്രതയുണ്ട്. അതായത് റിയാസ് അനഭിമതനാകുന്നത് ഹിന്ദുവായ പിണറായി വിജയൻ്റെ ഹിന്ദു മകളെ കിട്ടിയതുകൊണ്ടാണ്. കോഴിക്കോട് കടപ്പുറത്തെ പ്രസംഗമാണ് ഞാൻ കോട്ട് ചെയ്തത്. അതാണ് റിയാസിന് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അനഭിമതൻ എന്ന് വിളിക്കാവുന്ന ഒരു, കാരണം റിയാസ് വീണയെ മതം മാറ്റി ഒരു ഫാത്തിമയാക്കണമായിരുന്നു. അങ്ങനെ ഉണ്ടാവാം, ആ ഒരു ചിന്തയൊക്കെ. അതിപ്പോൾ ഈ പറയുന്നവർക്കൊക്കെ അതാണെങ്കിൽ യാതൊരു പരാതി ഉണ്ടാവില്ല. അപ്പോൾ വീണയെ മാറ്റിയിട്ട് ഈ പറഞ്ഞ ആമിനെ ഫാത്തിമയൊക്കെ ആക്കിയിട്ടാണ് കല്യാണം കഴിക്കുക, അതാണ് ഇവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ യാതൊരു വിരോധമില്ല. അല്ലാതെ വീണയായിട്ട് നിൽക്കുകയും, അല്ലെങ്കിൽ എന്ത് വിശ്വാസമാണ് സാറേ ഇവർക്കൊക്കെ? വല്ല മതവും ഉണ്ട്. ഇപ്പോൾ പിണറായി വിജയനുണ്ടോ എന്ന് എനിക്കറിയൂടാ, യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ വീണ വിജയനും ആ കുടുംബത്തിനും വിശ്വാസാചാരങ്ങളുണ്ടോ? റിയാസിന് ഒട്ടുമില്ലല്ലോ. പക്ഷേ റിയാസിൻ്റെ കല്യാണത്തിന് തന്നെ പങ്കെടുക്കാത്ത എത്രയോ പേര് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ട്. കാരണം റിയാസ് അല്ലല്ലോ കുടുംബം എന്നൊക്കെ പറയുന്നത്, അവർക്ക് അവരുടെ വിശ്വാസവും സെൻറ്റിമെൻസും ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഈ റിയാസിനോടുള്ള റിയാസ് വിരുദ്ധത എന്ന് പറയുന്നത് വീണയാക്കി ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് തന്നെ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ റിയാസിൻ്റെ പേര് ഇപ്പോൾ ആക്രമണത്തിന് വിധേയമാക്കുന്നതിന് കാരണം പിണറായി വിജയൻ്റെ മരുമകനാണ് എന്നതുകൊണ്ട് മാത്രമല്ല, മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ഒരു മുസ്ലിം അല്ല റിയാസ്. തീർച്ചയായിട്ടും അവരുടെ ഇസ്ലാം അല്ല, അൻവറിനെ പോലുള്ള ഇസ്ലാം അല്ല, അൻവറിനെ പോലുള്ള ഇസ്ലാം, ജലീലിനെ പോലുള്ള മുസ്ലിം അല്ല, തീർച്ചയായിട്ടും അല്ല റിയാസ്. അപ്പോൾ റിയാസിനെ ആക്രമിക്കണം. റിയാസ് ഒരു കാഫിറായിക്കൊണ്ടിരിക്കുകയാണ്. റിയാസിനെ അവരുടെ കണക്കിൽ അതുകൊണ്ടാണല്ലോ പരസ്യമായി വ്യഭിചാരം നടത്തുന്ന ഒരാളെ പിന്നെ ഇസ്ലാമായിട്ട് ഇവർ അംഗീകരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ആകെ ഇങ്ങനെ ഒന്ന് സമ്മപ്പ് ചെയ്താൽ അൻവർ എന്ന് പറയുന്നത് ആരുടെ പീരങ്കിയാണ്? കേരളത്തിലെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ തോക്കാണോ? അൻവർ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ അൻവർ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ അതാണ്. അൻവർ ഉന്നയിക്കുന്ന മാനുഷിക പ്രശ്നങ്ങൾ, മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പോലും അത് കള്ളക്കടത്തുകാരുടെ പ്രശ്നമാണ്. കള്ളക്കടത്തുകാരുടെ മനുഷ്യാവകാശമാണ് അൻവർ ഉന്നയിക്കുന്നത് മുഴുവൻ. മാത്രമല്ല ആ ക്രിമിനൽസിൻ്റെയൊക്കെ ശ്രദ്ധിച്ചോ സാറ്, കോഴിക്കോട് വിമാനത്താവളമായിട്ട് ബന്ധപ്പെട്ട് ഈ റാക്കറ്റിൽ കാരിയേഴ്സ് ആയാലും അതിൻ്റെ ഓണേഴ്സ് ആയാലും ഒക്കെ തന്നെ ഈ കള്ളപ്പണത്തിൻ്റെ വക്താക്കളായ. അല്ല, വളരെ വിചിത്രമായി എനിക്ക് തോന്നിയത്, അൻവർ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ കാണിച്ചു, മുഖം മറച്ച് കാണിച്ച എന്ന് പിണറായി പറഞ്ഞ ആളുടെ മുഖം കാണിച്ചൊരു ഇൻ്റർവ്യൂ. എന്തുകൊണ്ടാണ് അൻവർ ഇവരോട് ചോദിക്കാത്തത്? നീ ആർക്ക് വേണ്ടി ഈ സ്വർണം കൊണ്ടുവന്നു, ആര് തന്നയിച്ചു, ആർക്ക് കൊടുക്കാനായിരുന്നു? ഇത് അൻവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുമായിട്ടൊക്കെ വളരെ അടുപ്പം. അൻവർ ഇന്നലെ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഇവരുടെയൊക്കെ വീടുകളിൽ എനിക്കറിയാം, ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്, എൻ്റെ വീട്ടിൽ ഇവരൊക്കെ വരാറുണ്ട്. അൻവറുമായിട്ട് ഇത്രയേറെ അടുപ്പമുള്ളത് ആർക്കാണ്? ഞാൻ വലിയ സഖാക്കളുമായിട്ട് ബന്ധം എന്ന് പറയുന്നുണ്ടല്ലോ, പാവങ്ങളിൽ പാവങ്ങളായ നിലമ്പൂരിലെ തോട്ടം തൊഴിലാളികളായ സഖാക്കളാണോ ഇദ്ദേഹത്തിൻ്റെ അടുപ്പൊക്കെ? അല്ല, കള്ളക്കടത്തുകാരും കള്ളപ്പണക്കാരുമാണ്. എവിടെയാണ് ആ ബാലൻസ് തെറ്റിയിട്ടുണ്ടാവുക? ആ ബാലൻസ് തെറ്റാൻ ഒരു ഫാക്ടർ വന്നു. ആ ഫാക്ടറിൻ്റെ പേര് P. ശശിയാണ്. ഈ വീതം വെപ്പിൽ ഒരു തടസ്സം സൃഷ്ടിക്കും. ശശിയുടെ താല്പര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കി കൊടുക്കാനും ഒക്കെ അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കാം. എങ്കിലും അൻവറിൻ്റെ താല്പര്യം വലിയ ധാർമ്മികതയും മൂല്യബോധവും അല്ലല്ലോ. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അൻവർ ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പിണറായി ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ ശരിയാണ്. അപ്പോൾ അൻവർ മുന്നോട്ട് വെക്കുന്നത് മാപ്പിള ലഹള തന്നെയാണ്. അൻവർ എനിക്ക് തോന്നുന്നത് ഈ മാപ്പിള ലഹള എന്ന് പറയുന്ന ഒരു ഫാക്ടർ, ആ പ്രയോഗം, സാറിന് ചില പ്രയോഗങ്ങളൊക്കെ മലയാളത്തിൽ പുതുമയുള്ളത്, ലവ് ജിഹാദ് ആദ്യം പ്രയോഗിച്ച ആളല്ലേ, വേറിട്ട പ്രയോഗങ്ങൾ കൊണ്ട് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള അതിനെ ഇപ്പോൾ മാപ്പിള ലഹള എന്ന് പേരിട്ട് വിളിച്ച CPM-ലെ മാപ്പിള ലഹള എന്നല്ലേ? അത് ആ അർത്ഥത്തിൽ, അതിന് വിശാലമായ അർത്ഥത്തിൽ ശരിയുണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, CPM-നകത്തെ
പ്രോ മുസ്ലിം ഗ്രൂപ്പിനെ മൊബിലൈസ് ചെയ്യുക, നമ്പർ 1. നമ്പർ 2, മുസ്ലിം ലീഗിനേക്കാൾ വലിയ മുസ്ലിം ചാമ്പ്യൻ ആവുക. അതും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 ഫാക്ടറും ചേർത്തുകൊണ്ട് അൻവറിന് ഒരു സ്വന്തം സാമ്രാജ്യം, ഏത് സാമ്രാജ്യം? ഒരു ഡെമോക്രാറ്റിക് എംപയർ എന്ന് പറഞ്ഞാൽ വോട്ടിൻ്റെ ഒരു വലിയ സാമ്രാജ്യം, ഡോൺ ഉണ്ടാക്കിയെടുക്കുക. അതാണ് അൻവറിൻ്റെ മനസ്സിലുണ്ടാവുക. അത് പാർട്ടിയാക്കാൻ പോയാൽ ഞാൻ പൊള്ളുമെന്ന് അൻവറിന് അറിയാം. ഇപ്പം ആ ഫാക്ടറി ഇനി ഒറ്റ ചോദ്യമേ നമ്മളെ മുമ്പിലുള്ളൂ. അൻവർ ഇന്നലെ കോൺഗ്രസിനെ നന്നായി വെള്ളപൂശിയിരുന്നു. അൻവർ കോൺഗ്രസിനല്ല, കെ സുധാകരനെ വെള്ളപൂശുന്നതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് വലിയ കടപ്പാടുണ്ട് കെ സുധാകരൻ. അതിന് 2 കാരണം. അൻവറാക്കിയത് സുധാകരനാണ് നമ്പർ 1, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. വേറൊന്ന്, അൻവർ സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, വയലാർ രവിയും കെ സുധാകരനും ചേർന്ന് ഒരു 4ാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു കോൺഗ്രസിൽ. ആ 4ാം ഗ്രൂപ്പിന്റെ മലപ്പുറത്തെ ആ 4ാം ഗ്രൂപ്പിന്റെ മാപ്പിള തലവനായിരുന്നു. അത് ആലോചിക്കുന്നില്ലേ? അത് വളരെ കൃത്യമാണ്. കെ സുധാകരൻ, വയലാർ രവി, പിന്നെ അതിലൊരു മുസ്ലിം പിന്നോക്ക ഐക്യം കൂടി ആക്കിയെടുക്കാമല്ലോ. ഇതിൻ്റെ വേറൊരു പതിപ്പാണ് പിന്നെ DIC ആയിട്ട് കരുണാകരനും മോനും പോയപ്പോൾ ആ കൂട്ടത്തിൽ പോയി. അവർ കോൺഗ്രസിലേക്ക് തിരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് തോന്നി അതിനേക്കാൾ നല്ലത് ഇനി ലെഫ്റ്റിലേക്കുള്ള പാലം വഴി. അങ്ങനെയാണ് CPIയോട് അടുത്തു. CK ചന്ദ്രപ്പൻ പാലം വലിച്ചു. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് CPM മുഖേന ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് വളരെ രസമാണ്. അത് സമ്മതിക്കണം കേട്ടോ. എന്ത് വില കൊടുത്തും ഒരു ലക്ഷ്യം നേടാൻ ഉള്ള ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര പോരാട്ടമാണ്. കാരണം CPIയിലൂടെ പതുക്കെ ഇടതുപക്ഷത്ത് കയറാൻ ശ്രമിച്ചു. അപ്പോൾ അന്നത്തെ അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, മലപ്പുറം ജില്ലാ സെക്രട്ടറി, അതിനുവേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. റഹ്മത്തുള്ളയെ പുറത്തുപോയി, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ചന്ദ്രപ്പൻ തടഞ്ഞു. അപ്പോൾ അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ ഈ CPIയുടെ സ്വന്തം സീറ്റായ ഏറനാട് മണ്ഡലത്തിന്റെ പ്രത്യേകത അൻവറിന്റെ വീട് തോറ്റുപോയി. അൻവറിന്റെ തോറ്റുപോയെങ്കിലും ഔദ്യോഗികമായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി 4ാം സ്ഥാനത്ത് പോയി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അന്ന് 2000 ചില്ലറ വോട്ടാണ് കിട്ടിയത്. അപ്പോൾ വോട്ട് പിടിച്ചിട്ട് ഇവൻ്റെ പ്രഭാവം കാണിച്ചു, വ്യക്തിപ്രഭാവം കാണിച്ചു. വ്യക്തിപ്രഭാവമൊന്നുമല്ല, അന്ന് തന്നെ CPMകാർ CPIക്കെതിരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ന്യായം. അത് അൻവറിന് ഉപയോഗപ്പെടുത്താൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വയനാട് മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചു, മോശമല്ലാത്ത വോട്ട് പിടിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞിട്ടാണ് CPMനെ സമീപിക്കുന്നത്. CPM അറിയാലോ, CPMന് അതിൻ്റെ ഡീലിങ്സ് അറിയാലോ. അൻവറിന് സീറ്റ് കൊടുക്കുകയാണ്. അതാണ് ഉണ്ടാകുന്നത്. 2 സീറ്റിൽ 2 തവണ അൻവർ ജയിക്കുകയും ചെയ്തു. അതാണ് അൻവറിൻ്റെ പൊളിറ്റിക്സ്. അതായത് ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം, അൻവറിൻ്റെ യുദ്ധം കാഫിറായ പിണറായി വിജയനെതിരെയാണ്. കാഫിറായ ഭാര്യയെ മുസ്ലിമാക്കാത്ത കാഫിറിൻ്റെ സഹചാരിയായ റിയാസിനെതിരെയാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ ശരിയാണ്. ആ സിംപ്ലിഫൈ ചെയ്യുന്നതിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോക്കണാണ്, ആ ചീട്ടാണ് അൻവർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ആണല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. കറക്റ്റാണ്. അതേ സമയത്ത് അൻവർ എന്ന കള്ളക്കച്ചവടക്കാരൻ ലോകത്തിലെ അൻവറിന് എല്ലാ വൃത്തികെട്ടവന്റെയും അവസാനത്തെ അഭയസ്ഥാനം മതമാണ്. കറക്റ്റാണ്. അത് പ്രയോഗിക്കുന്നുണ്ട്. സൂക്ഷിച്ചിരിക്കേണ്ടത് ഈ 2 കൂട്ടരുമാണ്. കമ്മ്യൂണിസ്റ്റുകാരും സൂക്ഷിക്കണം, മതവാദികളും ഇസ്ലാമിസ്റ്റുകളും സൂക്ഷിക്കണം. കാരണം ഈ പറഞ്ഞ കപടന്മാരുടെ കയ്യിൽ, രാഷ്ട്രീയത്തിലെ കപടന്മാരായാലും അവർ മതം കപടമായി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ 90% മുസ്ലിങ്ങളുള്ള മലപ്പുറം ജില്ലയെ പിണറായി വിജയൻ അപകീർത്തിപ്പെടുത്തുന്നു. അതാണ് ഇപ്പോൾ നമ്പർ, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നമ്പർ അതാണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലെ നമ്പറും അതാണ്. സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അൻവറിനെ അൻവറായിട്ട് കാണാൻ ശ്രമിക്കണം. അൻവറിന് എന്ത് ഇസ്ലാമാണ്? പക്ഷേ കേരളത്തിലെ ഇപ്പം സമീപകാല രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വിഷവിത്ത് അൻവറാണ്. സമീപകാല രാഷ്ട്രീയത്തിലെ അൻവറിനെ ഇപ്പോൾ പുതിയ വിഷമല്ല. അൻവർ, ഞാൻ മനസ്സിലാക്കുന്നത്, എന്നൊക്കെ കള്ളപ്പണക്കാർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളും കമ്മ്യൂണിസ്റ്റുകാരായ നിഷ്കളങ്കരായ മനുഷ്യരും ചോര കൊടുത്ത് വളർത്തിയെടുത്ത മൂവ്മെൻറ്റിനെ എപ്പോഴാണോ കള്ളപ്പണത്തിനും മൂലധനത്തിനും വിൽക്കാൻ ഇടതുപക്ഷം തയ്യാറാകുന്നത്. ഇന്ന് വേറൊരു വെടിപൊട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ, കണ്ടോ? CPIക്കാരുടെ പക്ഷത്ത് CPIയുടെ ഒരു ഈ പറഞ്ഞ മാതിരി ഒരു സ്വതന്ത്ര സമ്പന്നനായി മത്സരിച്ചിരുന്ന നിയാസ് പുളിക്കലകത്ത് അദ്ദേഹവും എതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല, ചെറിയൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. CPI ആയതുകൊണ്ടാണ് സാറേ, CPI ആണ്. പക്ഷേ ഏതായാലും അൻവറിനെ പോലുള്ള വിഷവിത്തുകളെ വൃക്ഷങ്ങളാകാൻ സമ്മതിക്കരുത്, കരിച്ചുകളയാണ്. അല്ല, അത് ഏതാണ്ട് ആയി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഇടവണ്ണയിൽ വമ്പിച്ച പ്രകടനം CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൻവറിനെതിരായി മുഴങ്ങേണ്ട, ചരിത്രത്തിൽ ഇതുവരെ അൻവർ ഈ വാഴ്ത്തു മാത്രമേ കേട്ടിട്ടുള്ളൂ. ഏതായാലും പിണറായി വിജയനെ സംബന്ധിച്ച്
ഉച്ചിയിൽ തൊട്ട കൈകൊണ്ട് ഉദകക്രിയ ചെയ്യേണ്ടി വരും എന്ന് വന്നിരിക്കുകയാണ്. അത് ചെയ്യേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്, തീർച്ചയായും. പിണറായിയുടെ ആവശ്യമല്ല, CPM-ന്റെ ആവശ്യമല്ല. അല്ല, കേരളത്തിന്റെ സംശുദ്ധമായ അന്തരീക്ഷവും രാഷ്ട്രീയവും സംരക്ഷിക്കാൻ ഇത്തരം വിഷവിത്തുകളെ കരിച്ചു കളയണം. തീർച്ചയായിട്ടും, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ആ നിലപാടാണ് കേരളം സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് തുടക്കത്തിലേ നമ്മുടെ ഫ്ലോറിൽ എപ്പോഴും ഈ അൻവർ പൊട്ടിക്കുന്ന വെടികളോടൊക്കെ നമ്മൾ സ്വീകരിച്ച സമീപനം അതാണ്. കാരണം ഇവൻ ആരാണെന്നും ഇവന്റെ വിത്ത് എന്താണെന്നും ഇവന്റെ താല്പര്യം എന്താണെന്നും നന്നായിട്ട് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഏതായാലും പിണറായിയാണ് ഇക്കാര്യത്തിൽ ശരി. യാതൊരു സംശയം, 2 വട്ടം ആലോചിക്കാനില്ല. അൻവറോ പിണറായിയോ എന്ന ചോദ്യത്തിന് മുമ്പിൽ 100 വട്ടം പിണറായിയാണ് ശരി. അതെ, 100 വട്ടം നമ്മൾ പിണറായിയുടെ കൂടെയാണ്. തീർച്ചയായിട്ടും. സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.